മിഷൻ സമുദ്ര എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കി കേരളത്തെ ഒരു ആഗോള മാരിടൈം ഹബ്ബാക്കി മാറ്റുമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ബജറ്റ് പ്രഖ്യാപനം. കേരളത്തിന്റെ 600 കിലോമീറ്റർ നീളമുള്ള തീരദേശത്തെയും തുറമുഖങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണിത്. അപൂർവ ധാതു സമ്പത്ത് ഉൾപ്പെടെ തീരദേശ വിഭവങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് കരുത്തു പകരും. ഇത്തരത്തിൽ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്താൻ സംസ്ഥാനം ബ്ലൂ ഇക്കോണമി അഥവാ സമുദ്ര സമ്പദ് വ്യവസ്ഥയുടെ സാധ്യതകൾ കൂടുതലായി തേടുകയാണ്. മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ടു മുൻപ് കേരളത്തിന്റെ കടലിന്റെ സാധ്യതകളെ പറ്റി പഠിക്കാൻ തുടങ്ങിയ വ്യക്തിയാണ് വി.ഡി. സതീശൻ. ബ്ലൂ ഇക്കോണമി ഇന്ന് ആധുനിക വികസന സങ്കല്പത്തിന്റെ ഉണർത്തുപാട്ടാണ്. അതിനാലാണ് ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലെ റയർ എർത്ത് കോറിഡോർ പദ്ധതിയിൽ കേരളം ഇടം പിടിച്ചതും. അപ്പോൾ ഈ ഒരു വിഷയമാണ് ഇന്ന് സ്പോട്ട്ലൈറ്റും പരിശോധിക്കുന്നത്. ബ്ലൂ ഇക്കോണമി തുറക്കുന്നത് അനന്ത സാധ്യതകളോ വെല്ലുവിളികളോ? സമുദ്ര സമ്പത്തിന്റെ സുസ്ഥിരമായ ഉപയോഗത്തിലൂടെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, ജനങ്ങളുടെ ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സാമ്പത്തിക മാതൃകയാണ് ബ്ലൂ ഇക്കോണമി മുന്നോട്ട് വയ്ക്കുന്നത്. പരമ്പരാഗത മത്സ്യബന്ധനം, അക്വാകൾച്ചർ, കടൽ വഴിയുള്ള ചരക്കുനീക്കം, തീരദേശ വിനോദസഞ്ചാരം എന്നിവയ്ക്ക് പുറമെ ആഴക്കടൽ ഖനനം, സമുദ്രോർജം തുടങ്ങിയ ആധുനിക മേഖലകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തവണത്തെ കേരള ബജറ്റ് സമുദ്രാധിഷ്ഠിത വികസനത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ആലപ്പുഴയെ ഇന്ത്യയുടെ ബ്ലൂ ഇക്കോണമി തലസ്ഥാനമായി വികസിപ്പിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. തുറമുഖാധിഷ്ഠിതമായ വ്യാവസായിക വളർച്ച, തീരദേശ വികസന സോണുകൾ, വിനോദസഞ്ചാര ഇടനാഴികൾ എന്നിവയുടെ നിർമ്മാണം, സ്വകാര്യ മൂലധനം ആകർഷിച്ചുകൊണ്ടുള്ള കണ്ടെയ്നർ സൗകര്യങ്ങളും കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങളും തുടങ്ങിയത് ബജറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള പദ്ധതികളാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, കൊച്ചിൻ പോർട്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നിവയ്ക്ക് പുറമെ 17 ചെറുകിട തുറമുഖങ്ങളും വിപുലമായ കായൽ ശൃംഖലകളും നമ്മുടെ കേരളത്തിനുണ്ട്. സമുദ്ര ചരക്കുപാത യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ റോഡ് മാർഗം നടക്കുന്ന ചരക്കു ഗതാഗതത്തിന്റെ 50% ഈ റൂട്ടിലേക്ക് മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇത് റോഡുകളിലെ തിരക്ക് മാത്രമല്ല, അപകട സാധ്യതയും മലിനീകരണവും കൂടിയാണ് കുറയ്ക്കുന്നത്. ദേശീയ ജലപാതകളെ ലയിപ്പിക്കുന്നതോടെ ക്രൂസ് ടൂറിസം വൻ വരുമാന സാധ്യതയാകും. ഉൾനാടൻ പുഴകളുടെ സാധ്യതകളും വർദ്ധിക്കും. ഇത് ഗ്രാമീണ മേഖലകളിൽ പോലും ടൂറിസം സാധ്യതകളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ച പ്രത്യേക വികസന കോറിഡോറുകളും രൂപീകരിക്കാൻ കഴിയും. കടൽ വഴി കേരളത്തെ ബന്ധിപ്പിക്കുന്നത് സാധാരണക്കാർക്കും വ്യാപാരികൾക്കും വൻകിട ബിസിനസ്സുകൾക്കും വലിയ നേട്ടമാകും. ലോകത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഷിപ്പിംഗ് മാർഗങ്ങളിൽ ഒന്നാണ് സമുദ്രപാത. തിരുവനന്തപുരവും കൊച്ചിയും ഇതിനോടകം തന്നെ ഈ പദ്ധതിക്ക് സജ്ജമാണ്. ബേപ്പൂരിലെ സാധ്യതകൾ കൂടി പൂർണ്ണതോതിൽ വികസിപ്പിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ ഒരു സമുദ്ര ചരക്കുപാത കേരളത്തിന് സ്വന്തമാകും. 32,435 ദശലക്ഷം ടൺ ധാതുക്കൾ കേരളത്തിന്റെ തീരമേഖലയിൽ ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. മോണോസൈറ്റ് മാത്രം 1.9 മില്യൺ ടണ്ണുണ്ട്. ബഹിരാകാശ ഗവേഷണം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ആവശ്യമായ തോറിയം, സ്കാൻഡിയം തുടങ്ങിയ മൂലകങ്ങളും ഇവിടെ സുലഭമാണ്. മിസൈലുകളുടെ ഗൈഡൻസ് സിസ്റ്റം, റഡാറുകൾ, സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സെമി കണ്ടക്ടറുകൾ എന്നിവയ്ക്കായാണ് കേരള തീരത്തെ ഈ ധാതുക്കൾ പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത്. ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ഏറ്റവും തന്ത്രപ്രധാനമായ പദ്ധതികളിൽ ഒന്നായിരുന്നു റയർ എർത്ത് കോറിഡോർ അഥവാ അപൂർവ ധാതു ഇടനാഴി. മുൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ധാതു ഖനനത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കുമായി പ്രത്യേക പദ്ധതി തയ്യാറാക്കിയതിനു പിന്നാലെയാണ് കേന്ദ്ര ബജറ്റിൽ പുതിയ ഇടനാഴി പ്രഖ്യാപനമുണ്ടായത്. ഒഡീഷ, ആന്ധ്ര, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് ഇടനാഴി സ്ഥാപിക്കുമെന്നാണ് കേന്ദ്ര ബജറ്റിൽ പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെയൊക്കെ ബന്ധിപ്പിച്ച് 50 കോടി രൂപ വകയിരുത്തിക്കൊണ്ടുള്ള സാമ്പത്തിക ഇടനാഴി UDF ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. കൊല്ലത്തെ അപൂർവ ധാതുക്കളുടെയും ഖനനത്തിന്റെയും കേന്ദ്രമാക്കാൻ 100 കോടി രൂപ പ്രത്യേകം അനുവദിച്ചിട്ടുമുണ്ട്. ധാതു ഖനനത്തിന് സ്വകാര്യ മേഖലയ്ക്ക് അനുമതി നൽകാനുള്ള ശ്രമം മുൻപ് കേന്ദ്ര സർക്കാർ നടത്തിയതാണ്. ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ബജറ്റിൽ ധാതുക്കൾ ഖനനം ചെയ്യുന്ന ഇടം മുതൽ അവ ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ ഇവ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ എന്നിവയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന വിപുലമായ ഒരു ശൃംഖലാ സംവിധാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്.
കേരള തീരത്ത് 13 കോസ്റ്റൽ ഡെവലപ്മെന്റ് സോണുകളും 12 കോസ്റ്റൽ ടൂറിസ്റ്റ് സർക്യൂട്ടുകളും 2000 കിലോമീറ്റർ തീരദേശ റോഡുകളും തുറമുഖ നഗരങ്ങളും കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകളും കപ്പൽ നിർമ്മാണശാലകളും കപ്പൽ പൊളിശാലകളും ഉൾക്കൊള്ളുന്നതാണ് കേന്ദ്ര സർക്കാർ പദ്ധതി. ഈ പദ്ധതിയിൽ കേരളത്തിന്റെ ധാതു സമ്പത്ത് ഖനനം ചെയ്തെടുക്കുക എന്നതു മാത്രമാണ് സംഭവിക്കുന്നത് എങ്കിൽ സംസ്ഥാനത്തിന് വലിയ ഗുണം ചെയ്യില്ല. അനുബന്ധ വ്യവസായങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടാകണമെന്നും നിർബന്ധമില്ല. ടാറ്റയും അദാനിയും വേദാന്തയും കൈയടക്കാൻ ശ്രമിക്കുന്ന ഈ മേഖലയിൽ PPP മാതൃക തന്നെ നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം. കേരളത്തിന്റെ ബ്ലൂ ഇക്കോണമി സ്വപ്നങ്ങളിലെ ഏറ്റവും വലിയ പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം PPP മാതൃകയിൽ നിർമ്മിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും അദാനി ഗ്രൂപ്പാണ്. മാത്രവുമല്ല, ഇന്ത്യയിലെ മൊത്തം ചരക്കു നീക്കത്തിന്റെ ഏകദേശം 27%, കണ്ടെയ്നർ ചരക്കു നീക്കത്തിന്റെ 45.5% കൈകാര്യം ചെയ്യുന്നതും അദാനി പോർട്സ് ആണ്. കേരളത്തിന്റെ ഏകദേശം 590 കിലോമീറ്റർ തീരപ്രദേശത്ത് തീരശോഷണവും കടലാക്രമണവും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വർദ്ധിക്കും എന്നതാണ് ബ്ലൂ ഇക്കോണമിയുടെ പ്രധാന പാരിസ്ഥിതിക വെല്ലുവിളി. വലിയ തുറമുഖ നിർമ്മാണങ്ങളും കടൽ ഭിത്തികളും പലയിടങ്ങളിലും സ്വാഭാവിക തീരങ്ങൾ ഇല്ലാതാക്കാനും കടലാക്രമണം ശക്തമാകാനും കാരണമാകുന്നുണ്ട്. വിഴിഞ്ഞം, മുതലപ്പുഴി പ്രദേശങ്ങൾ തന്നെ ഉദാഹരണങ്ങളാണ്. ആഴക്കടൽ ഖനനവും വിദേശ കപ്പലുകൾക്ക് അനുമതി നൽകുന്നതും ചെറുകിട പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തെയും ഉപജീവനത്തെയും ബാധിക്കുന്നുണ്ട്. അമിതമായ ട്രോളിംഗ് കാരണവും സമുദ്ര താപനില ഉയരുന്നതിനാലും കേരള തീരങ്ങളിൽ ചില പ്രധാന മത്സ്യങ്ങളുടെ ലഭ്യത കുറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മിനറൽ കോറിഡോർ വിഷയത്തിൽ കേരളത്തിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭവും നടന്നുവരികയാണ്. കേരളത്തിന്റെ ഭാവി വികസനത്തിന് ബ്ലൂ ഇക്കോണമി വലിയ മുതൽക്കൂട്ടാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ ബ്ലൂ ഇക്കോണമി മോഡലുകൾ കൃത്യമായ സർക്കാർ നിയന്ത്രണങ്ങൾ ഇല്ലാതെ സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ അത് പ്രകൃതി വിഭവങ്ങളുടെ വിറ്റുതുലയ്ക്കലിനും പാരിസ്ഥിതിക തകർച്ചയ്ക്കുമാണ് വഴിതെളിക്കുന്നത്. പ്രാദേശിക സമൂഹങ്ങളെയും പരിസ്ഥിതിയെയും മുൻനിർത്തിയുള്ള പദ്ധതികളാണ് ഇതിന് ബദലായി വേണ്ടത്. കേവലം സാമ്പത്തിക ലാഭത്തിനും വൻകിടക്കാരുടെ താല്പര്യങ്ങൾക്കും അപ്പുറം സമുദ്ര പരിസ്ഥിതിയുടെ സംരക്ഷണവും കടലിന്റെ മക്കളായ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും ഉറപ്പുവരുത്തുന്ന ഒരു സുസ്ഥിര വികസന നയം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം മാത്രമേ വിജയകരമാകൂ എന്നുള്ള നിരീക്ഷണത്തോടു കൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും ഇതേ സമയം.